ഹൃദയം കോശങ്ങൾക്കെല്ലാം ഓക്സിജൻ എത്തിക്കുകയും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ചെയ്യുന്നത് രക്തം. രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം ഹൃദയം. ഔരസാശയത്തിൽ മാറലിനു പുറകിലായി രണ്ട് ശ്വാസകോശങ്ങളുടെയും നടുവിൽ ഇടത്തോട്ട് അല്പം ചരിഞ്ഞ് ഹൃദയം കാണപ്പെടുന്നു. ഓരോ വ്യക്തിയുടെയും കൈമുഷ്ടിയുടെ വലുപ്പമാണ് മനുഷ്യഹൃദയത്തിൻ്റെ ഏകദേശ വലുപ്പം. അഡ്രീനാലിനാണ് ഹൃദയത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ. ലോക ഹൃദയദിനം സെപ്റ്റംബർ 29. അർബുദം ബാധിക്കാത്ത ശരീരഭാഗം ഹൃദയം. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം കാർഡിയോളജി. മനുഷ്യഹൃദയത്തിൻ്റെ ഭാരം 250 മുതൽ 300 ഗ്രാം വരെ. മനുഷ്യനിൽ ആദ്യം വളരുന്ന ശരീര അവയവം ഹൃദയം. മനുഷ്യഭ്രൂണത്തിൻ്റെ ഹൃദയം 22 ദിവസം മുതൽ സ്പന്ദിക്കാൻ തുടങ്ങുന്നു. ശരീരത്തിന് ആവശ്യമായ രക്തം പമ്പ് ചെയ്യുക എന്നതാണ് ഹൃദയത്തിൻ്റെ ധർമ്മം. ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്തരമുള്ള ആവരണം പെരികാർഡിയം. പെരികാർഡിയത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം പെരികാർഡിയൽ ദ്രവം. ഹൃദയത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക, ഹൃദയത്തിൻ്റെ വികാസ സമയത്ത് സ്തരങ്ങൾക്കിടയിലുള്ള ഘർഷണമില്ലാതാക്കുക എന്നിവയാണ് പെരികാർഡിയൽ ദ്രവത്തിൻ്റെ ധർമ്മങ്ങൾ. ഹൃദയത്തിൻ്റെ എല്ലാ ഭാഗവും ഹൃദയപേശികൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശിയാണ് ഹൃദയപേശി. മനുഷ്യഹൃദയത്തിലെ അറകളുടെ എണ്ണം 4. മനുഷ്യഹൃദയത്തിൻ്റെ മുകളിലത്തെ 2 അറകൾ അറിയപ്പെടുന്നത് ഏട്രിയങ്ങൾ അല്ലെങ്കിൽ ഓറിക്കിൾ. മനുഷ്യഹൃദയത്തിൻ്റെ താഴത്തെ 2 അറകൾ അറിയപ്പെടുന്നത് വെൻട്രിക്കിളുകൾ. വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിലുള്ള സുഷിരം അടയുകയും തുറക്കുകയും ചെയ്യുന്നത് ഏത് വാൽവിൻ്റെ സഹായത്താലാണ്? ത്രിതള വാൽവ്. ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിലുള്ള സുഷിരത്തെ സംരക്ഷിക്കുന്ന പേശീനിർമ്മിത വാൽവ് ദ്വിതള വാൽവ്. വലത് വെൻട്രിക്കിളിൽ നിന്ന് ശ്വാസകോശ ധമനിയിലേക്കും ഇടത് വെൻട്രിക്കിളിൽ നിന്ന് മഹാധമനിയിലേക്കും തുറക്കുന്ന സുഷിരങ്ങളിൽ കാണപ്പെടുന്ന വാൽവുകൾ അർദ്ധചന്ദ്രാകാര വാൽവുകൾ. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിയ രക്തം എത്തുന്ന ഹൃദയഭാഗം വലത് ഏട്രിയം. ശ്വാസകോശത്തിൽ നിന്ന് ശ്വാസകോശ സിരകൾ വഴി ഓക്സിജൻ്റെ അളവ് കൂടിയ രക്തം എത്തുന്ന ഹൃദയഭാഗം ഇടത് ഏട്രിയം. ഹൃദയ അറകളുടെ സങ്കോചം സിസ്റ്റളി. ഈ ഘട്ടത്തിൽ രക്തം ഏട്രിയങ്ങളിൽ നിന്ന് വെൻട്രിക്കിളുകളിലേക്കും അവിടെ നിന്ന് പുറത്തേക്കും പ്രവഹിക്കുന്നു. ഹൃദയം സങ്കോചിക്കുമ്പോൾ പമ്പ് ചെയ്യപ്പെടുന്ന അധിക രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദം സിസ്റ്റളിക് പ്രഷർ. ഇത് 120 mmHg. ഓരോ തവണയും ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടാറുള്ള രക്തത്തിൻ്റെ അളവ് ഏകദേശം 70 ml. ഏട്രിയങ്ങൾക്കൊപ്പം വെൻട്രിക്കിളുകളും വിശ്രമാവസ്ഥയിൽ എത്തുന്നത് ഡയസ്റ്റോളി. ഹൃദയം പൂർണ്ണമായി വികസിക്കുമ്പോൾ രക്തം ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയും ധമനികളിൽ കുറഞ്ഞ മർദ്ദം അനുഭവപ്പെടുകയും ചെയ്യുന്നത് ഡയസ്റ്റോളിക് പ്രഷർ. ഇത് 80 mmHg. ഹൃദയത്തിൻ്റെ സങ്കോച വികാസങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന തരംഗചലനം ധമനി ഭിത്തിയിൽ ഉടനീളം അനുഭവപ്പെടുന്നത് പൾസ്. പൾസ് നിരക്ക് ഹൃദയമിടിപ്പിൻ്റെ നിരക്കിന് തുല്യമായിരിക്കും. ഒരു സിസ്റ്റളിയും ഡയസ്റ്റളിയും ചേർന്നതാണ് ഹൃദയസ്പന്ദനം. ഹൃദയസ്പന്ദനത്തിന് ആവശ്യമായ സമയം 0.8 സെക്കൻഡ്. ഹൃദയം 1 മിനിറ്റിൽ ശരാശരി സ്പന്ദിക്കുന്നത് 72 തവണ. ഹൃദയസ്പന്ദനം കണ്ടെത്താനുള്ള ഉപകരണം സ്റ്റെതസ്കോപ്പ്. സ്റ്റെതസ്കോപ്പ് കണ്ടെത്തിയത് റെനെ ലീനാക്ക്.